الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا مولانا محمد അർഹമുറാഹിമായ മാലിക്കുൽ മുലൂക്കായ അള്ളാഹുവിനെ മജ്‌ലിസിനെ കബൂലാക്കണം റഹ്മാനെ. പരിശുദ്ധമായ റജബ് മാസത്തിൻ്റെ ബറക്കത്തുകൊണ്ട്, ജുമുഅ രാത്രിയുടെ ബറക്കത്തുകൊണ്ട് അള്ളാഹുവെ ഞങ്ങൾക്ക് ധാരാളം ഖൈറും ബറക്കത്ത് നിഅമത്ത് നീ ചൊരിച്ചു തരണം റഹ്മാനെ. ഞങ്ങളെ ഈമാൻ നീ സലാമത്താക്കണം റഹ്മാനെ. ഇന്നത്തെ ക്ലാസ്, ഒരാൾ ജുമുഅ ദിവസത്തിൽ ഒരു ദുആ നടത്തിയാൽ അവർക്ക് ഈമാൻ സലാമത്തായിട്ട് മരിക്കാമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ആ ദുആ ചില പള്ളിയിൽ പോകുമ്പോൾ എല്ലാവരും ഇമാമും മമൂമികളും എല്ലാവരും കൂട്ടമായിട്ട് പറയുന്നു. ചില നാട്ടിൽ ഇല്ലെങ്കിലും ചില ആൾക്കാർ അറിഞ്ഞവർ ഒറ്റക്കായിട്ട് ഉണ്ടാക്കുന്നു, ആ ദുആ നടത്തുന്നു. അതായത് ബഹുമാനപ്പെട്ട സയ്യിദുന അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു ഫഅലല്ലാഹു ബിഹി ബഹുമാനപ്പെട്ട് ഉദ്ധരിക്കുന്നത്, അന്ന മൻ വാളബ അലാ ഖിറാഅത്തി ഹാദൈനിൽ ബൈത്തൈനി ഫീ കുല്ലി യൗമി ജുമുഅ, എല്ലാ ജുമുഅ ദിവസത്തിൽ ഈ രണ്ട് ബൈത്തുവത്തൻ പതിവാക്കി ഓതിയെങ്കിൽ, എല്ലാ ജുമുഅ നിസ്കാരത്തിന് ജുമുഅ ദിവസത്തിൽ ഈ രണ്ട് ദുആ അറിയിക്കുന്ന രണ്ട് ബൈത്ത് പതിവായിട്ട് ഒരാൾ ഓതിയാൽ തവഫാഹുല്ലാഹു അലൽ ഇസ്ലാമി മിൻ ഗൈരി ശക്കിൻ, സംശയം തന്നെ വേണ്ട, അവനിക്ക് മുസ്ലിമായിട്ട് അള്ളാഹുവിനെ മരിപ്പിക്കും. മുസ്ലിമായിട്ട് മരിപ്പിക്കും പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ഷഹാദത്ത് ചൊല്ലി ഇസ്ലാമായിട്ട് മരിക്കാൻ അവർക്ക് കഴിയും. അള്ളാഹു ആ നിലക്ക് എന്താക്കും, മരിപ്പിക്കും. ആ രണ്ട് ബൈത്ത് പറഞ്ഞെങ്കിൽ വലിയ അർത്ഥമുള്ള ഒരു ദുആയാണ്. പല പള്ളികളിലും ഇമാമിയങ്ങളും മഅ്മൂമികളും കൂട്ടമായിട്ട് പറയുന്നത് കാണാൻ കഴിയും. ചില നാടുകളിൽ ചില പള്ളികൾ ഇല്ലെങ്കിലും ഒറ്റക്കായിട്ടുണ്ടാക്കും, ആ ബൈത്ത് ചൊല്ലും. എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം, ജുമുഅ ദിവസത്തിൽ എപ്പോൾ വേണമെങ്കിലും ചൊല്ലാം. അങ്ങനെ ചൊല്ലിയാൽ അവനക്ക് ഇസ്ലാമായിട്ട് മുസ്ലിമായിട്ട് മരിക്കാൻ കഴിയും. ഏതാണ് ആ ദുആ? ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഇത് ആണുങ്ങൾ മാത്രമല്ല, പെണ്ണുങ്ങൾക്കും പറയൽ സുന്നത്തുണ്ട്. എന്താണ് അർത്ഥം? ഇലാഹി, എൻ്റെ ഇലാഹ്, എൻ്റെ റബ്ബേ, ലസ്തുലിൽ ഫിർദൗസി അഹ്ലാ, ഫിർദൗസാകുന്ന സ്വർഗത്തിലേക്ക് കടക്കാൻ ഞാൻ അഹലല്ല. കാരണം അതിലേക്കുള്ള ഇബാദത്ത്, അതിലേക്കുള്ള ആ ഫിർദൗസാകുന്ന സ്വർഗത്തിൽ കടക്കാനുള്ള ആ ഒരു ഇബാദത്ത് എന്നിലില്ല. അല്ലാഹ്, അങ്ങനത്തെ ഒരു നിസ്കാരമാ, അങ്ങനത്തെ ഒരു നോമ്പ എനിക്ക് നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിലേക്ക് അർഹനല്ല. പക്ഷെ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, ആ ആളിക്കത്തുന്ന നരകത്തിൽ വീണിട്ട് വെന്തുരുകാൻ എന്നെക്കൊണ്ട് സാധ്യവുമല്ല. ഫിർദൗസാകുന്ന സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ഇബാദത്ത്, ആ നിലക്കുള്ള ഒരു അർഹത എനിക്കില്ല. കാരണം അങ്ങനത്തെ ഒരു ഇബാദത്ത് എന്നിലില്ല. പക്ഷേ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി, ജഹീമാകുന്ന ആളിക്കത്തുന്ന നരകത്തിൽ വീണ് വെന്തുരുകാനുള്ള കഴിവും എനിക്കില്ല. അതുകൊണ്ട് റബ്ബിനോട് പറയുന്നത്, ഫഹബ് ലി തൗബതൻ വഗ്ഫിർ ദുനൂബി, എൻ്റെ ദോഷത്തെ നീ പൊറുക്കണമല്ല, എൻ്റെ ഈ തൗബയെ നീ സ്വീകരിക്കണമല്ല, എൻ്റെ ദോഷത്തെ നീ പൊറുക്കണു, അതേപോലെ എൻ്റെ തൗബയെ നീ സ്വീകരിക്കണു. ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി, നീ എത്രയോ വലിയ വലിയ ദോഷങ്ങളെ പുറത്തു കൊടുത്ത അള്ളാഹുവാണ്, അല്ലേ? വലിയ വലിയ മഹാന്മാരെ എടുത്ത് നോക്കി, അവർ ഒരു കാലത്ത് പല നിലക്കും ദുനിയാവിൽ ജീവിച്ചവരാണ്. അതേ സമയത്ത് റബ്ബിനോട് കൈവരുത്തി ദുആരെന്ന് റബ്ബിലേക്ക് മടങ്ങിയപ്പോൾ അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു, വലിയ സ്ഥാനം അവർക്ക് അള്ളാഹു നൽകി. അപ്പോൾ അത്രയും വലിയ വലിയ ദോഷങ്ങളെ പുറത്തു കൊടുക്കുന്ന അള്ളാഹ് എൻ്റെ ദോഷത്തിന് എന്താക്കണം, പുറത്തു തരണോ? ഈ ഒരു ദിക്ർ എല്ലാ ജുമുഅ ദിവസത്തിലും പറയുന്ന സുന്നത്തുണ്ട്. ചില മഹാന്മാർ പറഞ്ഞു അതെന്താക്കണം, ജുമുഅക്ക് ശേഷം 5 വട്ടം ചൊല്ലണം, അങ്ങനെ പറഞ്ഞവരുമുണ്ട്.
അപ്പോൾ പരിശുദ്ധമായ റജബ് മാസമാണ്, ഷഅബാൻ മാസമാണ്, റമളാൻ മാസമാണ്. റമളാൻ വരുമ്പോൾ ഞങ്ങൾ ദിവസങ്ങളെല്ലാം കഴുകി ശുദ്ധിയാക്കിക്കൊണ്ട് ആ റമളാൻ സ്വീകരിക്കാനുള്ള റെഡിയാവണം. അതുകൊണ്ട് മുഅ്മിനീങ്ങൾ ചെറിയൊരു സമയം കൊണ്ട് വലിയ പ്രതിഫലം സമ്പാദിക്കാൻ കഴിയും. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ഒരു ദിക്ർ, ഈ ഒരു ദുആ ഒരുത്തൻ എല്ലാ ജുമുഅ ദിവസത്തും പതിവാക്കിയെങ്കിൽ, എപ്പം ഒരിക്കല്ല പതിവാക്കി പറഞ്ഞാൽ തവഫാഹുല്ലാഹു അൽ ഇസ്ലാമി മിൻ ഗൈരി ശക്കിൻ, ഒരു സംശയം തന്നെ വേണ്ട, അവനെ അള്ളാഹു മുസ്ലിമായിട്ട് അള്ളാഹുവിനെ വരിപ്പിക്കും. ആ രണ്ട് ബൈത്താണ്, ആ രണ്ട് അർത്ഥം ബൈത്തുള്ള ദുആയാണ് ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറു ദംബിൽ അളീമി. ഈ ദിക്ർ എല്ലാവരും പഠിക്കണം, അതുപോലെ ചൊല്ലണം. അതിൽ തപ്പല്ല, കറക്റ്റായിട്ട് തെറ്റില്ലാതെ പഠിച്ചുകൊണ്ട് അത് പറയാൻ വേണ്ടി ശ്രമിക്കണം. നമുക്ക് എല്ലാവരും ആശന്ത് അവസാനം ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കണം, മുസ്ലിമായിട്ട് മരിക്കണം. അള്ളാഹു ഞങ്ങളെ മുസ്ലിമായി ജീവിപ്പിച്ച് മുസ്ലിമായി മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ.